friends, good morning and welcome back. Today I will talk to you about the Matic Income Booster. Matic Income Booster is a very new company, very latest created company, less than a month. Right now, Matic Booster is in market. So what is Matic Booster? Matic Booster is a Polygon blockchain based smart contract. Polygon blockchainൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാമാണ് മാറ്റിക് ബൂസ്റ്റർ. സോ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. പോളിഗോൺ നെറ്റ്വർക്കിലാണ് മാറ്റിക് ബൂസ്റ്റർ മൂവ് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് പോളിഗോൺ നെറ്റ്വർക്ക് പോളിഗോൺ ബ്ലോക്ക് ചെയിൻ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇവിടെ ഞാൻ ചെറിയ കമ്പാരിസൺസ് ആയിട്ട് കാണിക്കാം. ഇവിടെ മാർക്കറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നെറ്റ്വർക്കിൽ ബ്ലോക്ക് ചെയിനിൽ ഇമ്പോർട്ടൻ്റ് ആണ് എത്തേറിയം ഓർ ബിനാൻസ് ഓർ പോളിഗോൺ. സോ ഇതിൽ എത്തേറിയത്തിൻ്റെ ട്രാൻസാക്ഷൻ സ്പീഡ് പെർ സെക്കൻഡ് 15 മുതൽ 30 വരെയാണ്. ഒരു സെക്കൻഡിൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നുണ്ട്. എന്നാൽ പോളിഗോണിനെ സംബന്ധിച്ചിടത്തോളം പോളിഗോണിന് ഏതാണ്ട് 65,000 ട്രാൻസാക്ഷൻസ് ഒരു സെക്കൻഡിൽ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ബിനാൻസ് ആണ് ഏതാണ്ട് 100 മുതൽ 150 വരെയാണ് ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ്. ഇതല്ലാതെ കൊണ്ട് XRP ലെഡ്ജർ മാർക്കറ്റിൽ ഏതാണ്ട് 1500 ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പോളിഗോൺ ബ്ലോക്ക് ചെയിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുന്നതായ ബ്ലോക്ക് ചെയിൻ. സോ അതുകൊണ്ട് തന്നെയാണ് ബ്ലോക്ക് ചെയിൻ സെലക്ട് ചെയ്ത സമയത്ത് മാറ്റിക് ബൂസ്റ്റർ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം കമ്പനി പോളിഗോണിൻ്റെ ബ്ലോക്ക് ചെയിൻ സെലക്ട് ചെയ്യാനുള്ള കാരണവും. രണ്ടാമതൊന്ന് പോളിഗോണിൻ്റെ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ 3 പ്രൊജക്റ്റുകളിൽ ബേസ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഡിസംബറിലെ മാർക്കറ്റ് പ്ലേസ് അതിൻ്റെ പ്രൈസിങ് നിങ്ങൾക്കൊന്ന് കാണാം. ഇവിടെ ഏതാണ്ട് 23% ETHൻ്റെ ഗ്രോത്ത് വന്നിട്ടുള്ളത്. 78% പോളിഗോണും അതുപോലെ തന്നെ 12% BNBയുമാണ്, ബിനാൻസുമാണ് ഗ്രോത്ത് കാണിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ വളരെ വലുതായി ഗ്രോത്ത് വരാൻ സാധ്യത മാത്രമല്ല വരുമെന്ന് ഏതാണ്ട് 100% പല ക്രിപ്റ്റോ എക്സ്പേർട്സും പറയുന്ന ഒരു പ്രൊജക്റ്റാണ് പോളിഗോൺ ബ്ലോക്ക് ചെയിനിലുള്ള മാറ്റിക് എന്ന് പറയുന്ന കോയിൻ. സോ അതിൽ തന്നെയാണ് നമ്മളും ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, ഹൗ ടു സ്റ്റാർട്ട് ഇറ്റ്? സോ ഇതിൽ ഏതെങ്കിലും ഒരു സേഫ് വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സാറിന് അറിയാം ട്രസ്റ്റ് വാലറ്റ്, മെറ്റമാസ്ക് പോലെയുള്ള വാലറ്റുകളിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഞാൻ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ റെഫർ ചെയ്യുന്നത് സേഫ് പാൽ വാലറ്റ് എന്ന് പറയുന്ന ഒരു വാലറ്റാണ്. അതിൽ പല ഇന്ത്യക്കാർക്കും അത് അത്ര പരിചയമുള്ളതല്ല. ഞാൻ ലിങ്ക് ഇട്ട് തരാം. നിങ്ങൾ സേഫ് പാലിൽ സാധാരണ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ പേസ് കീ മറന്നു പോകാതെ കൊണ്ട് എഴുതി വെക്കുക. എന്നിട്ട് വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പോളിഗോൺ നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് നമുക്കിത് വളരെ ഈസി ആയിട്ട് ഇതിൽ രജിസ്ട്രേഷനും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാം. ഇനി ഇതിന് ബിസിനസ് പ്ലാനാണ്. ഇതിലെങ്ങനെയാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിതിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ജോയിനിങ് എമൗണ്ട് ഉള്ളി 6 പോൾസ് ആണ്. 6 പോളിഗോൺ മാത്രമാണ് നമുക്ക് വേണ്ടത്.
ജോയിനിങ്ങിൽ ആവശ്യമായിട്ട് വരുന്നത്. അതിൽ ഇന്ത്യൻ കറൻസിയെ നോക്കിക്കഴിഞ്ഞാൽ 250 രൂപ, 0.45 അങ്ങനെയാണ് ഡോളർ പ്രൈസ് വരുന്നത്. ഏതാണ്ട് $3 താഴെ മാത്രമാണ് ഡോളർ പ്രൈസിൽ കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഏതാണ്ട് 0.45 അങ്ങനെ ഒരു റേഞ്ചിലാണ് ഡോളർ ബേസിൽ പോളിഗോണിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 250-260 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. മറ്റൊരു അഡ്വാൻറ്റേജ്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് ഉള്ളത്, ഡയറക്റ്റ് റെഫറൽ 100% ആണ്. നമുക്ക് റെഫറൽ പ്രോഗ്രാമാണ് സ്വാഭാവികമായിട്ടുമുള്ളത്. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുമായി കണക്ട് ചെയ്തുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ ചെയ്യുന്ന മാറ്റിക് ബൂസ്റ്റർ എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഡയറക്റ്റ് റെഫറലാണ്, ഡയറക്റ്റ് റെഫറൽ ഇൻകം. സോ ബിസിനസ് പ്ലാനിൻ്റെ ഒന്നുകൂടെ ക്ലാരിറ്റി ഞാൻ കൊടുക്കാം. ഇതിനകത്ത് 5 ഡയറക്റ്റ് റെഫറലാണ് നമുക്ക് കൊടുക്കേണ്ടതായി വരുന്നത്. 5ൻ്റെ മെട്രിക്സാണ് കമ്പനി യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ താങ്കൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ താങ്കളോടൊപ്പം 5 ഡയറക്റ്റ് റെഫർ ചെയ്യുമ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ 6 പോളിഗോണും നിങ്ങളിലേക്ക് തന്നെയാണ്, താങ്കളിലേക്ക് തന്നെയാണ് അതിന് കമ്മീഷനായി ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ലെവൽ 1 ടീമിൽ 5 ഡയറക്റ്റ് റെഫറാണ് നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യേണ്ടത്. 250 രൂപ മാത്രം ചിലവ് വരുന്ന ഈ പ്രോഗ്രാമിൽ ആർക്ക് വേണമെങ്കിലും, ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അതുകൊണ്ട് വളരെ ഈസിയസ്റ്റായിട്ട് ഈ പ്രോഗ്രാം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മറ്റൊരു അട്രാക്റ്റീവായിട്ടുള്ള സംഭവം. ഇനി അടുത്തത്, ഇതിൽ ഈ ഒരു ലെവലിൽ മാത്രമാണ് ഇങ്ങനെ കിട്ടുക, ഒരിക്കലുമല്ല. ഇതിൽ വ്യത്യസ്തമായ 15 ലെവലുകളിൽ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടാവും. സോ ഇപ്രകാരമാണ് ഇതിൻ്റെ അപ്ഗ്രേഡേഷൻ പാർട്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5 അങ്ങനെ മെട്രിക്സ് നമുക്കിവിടെ കാണാം. ഫസ്റ്റ് ലെവലിൽ 5 ഡയറക്റ്റ് റെഫറൽ, ഓരോ റെഫറലിലും നമുക്ക് 6 പോളിഗോൺ വീതം നമുക്ക് കമ്മീഷനായി വരുന്നുണ്ടാവും. അതിൽ 30 പോളിഗോണാണ് നമുക്ക് ഇൻകമായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 6 പോളിഗോൺ നമ്മൾ ചിലവ് ചെയ്തത് വിട്ടിട്ട് 24 പോളിഗോൺ നമുക്ക് ഇൻകമായിട്ട് ഉണ്ടാവും. സെക്കൻഡ് ലെവലിൽ 25 പേരാണുള്ളത്. 25 പേര് സെക്കൻഡ് ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഓരോന്നിൽ നിന്നും ഡയറക്റ്റ് 9 പോളിഗോൺ വെച്ച് വരുന്നുണ്ടാവും. 25 × 9 225 പോളിഗോണുണ്ട്. അതിൽ നമുക്ക് 9 പോളിഗോണിൻ്റെ അപ്ഗ്രേഡേഷൻ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 216 പോളിഗോണാണ് ഇതിൽ നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത്. സോ അപ്രകാരം നമുക്ക് 5 ലെവലിൻ്റെ ഒരു സ്ട്രക്ചറിങ് ആണ് ഇതിൽ, ചാർട്ടിങ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൽ 5 ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഏതാണ്ട് 2.5 ലക്ഷത്തോളം പോളിഗോൺ നമുക്ക് ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പറ്റും. ഇത് 5ാമത്തെ ലെവൽ മാത്രമാണ്. ഇനി ഇവിടെ 6 ലെവൽ മുതൽ 7, 8, 9, 10, 15 ലെവൽ വരെ നീങ്ങുമ്പോഴേക്കും ഇതൊരു വലിയ സംഭവമായിട്ടാണ് മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ ഒരു കാരണവശാലും ടൈം ഡിലേ ആക്കാതെ കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. മുടക്ക് മുതൽ വെറും 6 പോളിഗോൺ മാത്രം. അടുത്തത്, ഇതിൽ 8ാമത്തെ ലെവൽ മുതൽ പാസീവ് ഇൻകം, അതായത് റോയൽറ്റി റാങ്ക്സ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ വെച്ചിട്ടുണ്ട്. 8ാമത്തെ റാങ്ക് മുതൽ 8, 9, 10, 11 ഓരോന്നും താഴെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ 8 മുതൽ മുന്നോട്ട് പോകുന്ന റാങ്കുകളിൽ 8ാമത്തെ റാങ്കിൽ നമുക്ക് 576 പോളിഗോണ് റോയലിറ്റി ആയിട്ട്, അടുത്തത് 9ാമത്തേത് 10ാമത്തേതിൽ ഓരോന്നും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്രകാരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള റോയലിറ്റി സ്റ്റേജുകളും ഇതിലുണ്ട്. അതായത് പോളിഗോൺ എന്ന് പറയുന്ന പോളിഗോൺ മാറ്റിക്കാണ് പോളിഗോണായിട്ട് ഇപ്പം നിലവിലുള്ളത്. ഇന്ത്യൻ പ്രൊജക്റ്റാണ്. അത് ഒരുപാട് പേർക്ക് അറിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിപ്റ്റോ കറൻസി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മാറ്റിക് പോളിഗോണാണ്. 2017 മുതൽ മാർക്കറ്റിലുള്ള പ്രൊജക്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തേതും ഇന്ന് ഒരുപാട് ബില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരു ക്രിപ്റ്റോ കറൻസിയാണ് പോളിഗോൺ. ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ക്രിപ്റ്റോ പോർട്ട്ഫോളിയോയിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോയാണ് പോളിഗോൺ മെറ്റിക്. ഓക്കെ, സോ ഇതിൽ
റോയാലിറ്റി പ്രോസസ്സ് ഇതാണ്. ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ന്യൂസാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ജിയോ പ്ലാറ്റ്ഫോം ലിമിറ്റഡ്, അതായത് അനിൽ അംബാനിയുടെ ജിയോ പ്രൊജക്റ്റ്, അവരുടെ പോളിഗോൺ അവർ പോളിഗോൺ ലാബ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ജിയോ കോയിൻ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി അവർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട്. ആൾറെഡി അതിൻ്റെ ഓൾമോസ്റ്റ് ഏതാണ്ട് ഒരു 90% പ്രവർത്തനങ്ങളും കഴിഞ്ഞിരിക്കുന്നതാണ്. സോ അതിൽ ജിയോ കോയിൻ ലിങ്ക് ചെയ്യുന്നതും പോളിഗോൺ ബ്ലോക്ക് ചെയിനിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇന്ത്യയിൽ റിലയൻസ് മാതിരിയുള്ള ഒരു വമ്പൻ കമ്പനി ക്രിപ്റ്റോയുമായി കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ക്രിപ്റ്റോയുടെ യുഗമാണ് എന്ന് തിരിച്ചറിവ് തന്നെ നമുക്കുണ്ടാവണം. അതില്ലാതെ കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്കുള്ളത്. കാരണം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് ക്രിപ്റ്റോ പ്രോഗ്രാംസ്. ഇപ്പോൾ ചെറിയ എമൗണ്ടിൽ നിൽക്കുന്ന ഏതാണ്ട് 0.5 പോലും ഡോളർ പ്രൈസ് ഇല്ലാതെ കൊണ്ട് നിൽക്കുന്ന ഏതാണ്ട് 40 രൂപ താഴെ മാത്രം വിലയുള്ള പോളിഗോൺ ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്നത് ഒരു പക്ഷേ 1000-10,000 ഡോളർ പ്രൈസിലേക്കായിരിക്കും. സ്വാഭാവികമായിട്ടും ഇതിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും വളരെ നന്നായിട്ട് തന്നെ ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ലാക്സ് ടുഗദർ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് തുടക്കം മാത്രമാണ്. ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ മൂവ് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് കോപ്പി ചെയ്യുക. നിങ്ങളുടെ വാലറ്റിൽ ഞാൻ സേഫ് പാൽ വാലറ്റാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സേഫ് പാൽ വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് സെർച്ച് ബട്ടണിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പ്രോസസ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, ബ്ലോക്ക് ചെയിൻ കൊടുക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ETH എത്തോറിയം ബ്ലോക്ക് ചെയിനിലോ അതല്ല BNB ബ്ലോക്ക് ചെയിനിലോ ആയിരിക്കും. കാരണം നമ്മളൊക്കെ സാധാരണ ട്രാൻസാക്ഷൻസ് ചെയ്യാറുള്ളത് അതിൽ തന്നെയാണ്. നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യുക പോളിഗോണിലേക്ക്. അതിനുശേഷം രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. അതിന് ഞാനൊരു മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സംശയമുള്ളവർക്ക് ചോദിക്കാം. ഞാൻ ആ വീഡിയോ സെപ്പറേറ്റായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രോഗ്രസീവായി സ്റ്റാർട്ടപ്പ് ചെയ്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു വലിയ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി പ്രത്യേകമായി ഉള്ള സെഷൻസ്, സൂം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം. കൂടുതൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. फ्रेंड्स वेट चैनल को सब्सक्राइब कीजिए और आई विल क्रिएट वीडियो अबाउट मैट्रिक इनकम बूस्टर इन इंग्लिश, हिंदी, तमिल एंड मलयालम. हिंदी में भी वीडियो क्रिएट करेगा, इंग्लिश, तमिल, मलयालम तीनों भाषा में, चारों भाषा में मैंने मैट्रिक बूस्टर के बारे में वीडियो क्रिएट करेगा. सो प्लीज़ डू सब्सक्राइब, लाइक एंड शेयर. थैंक यू वेरी मच.